ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഒറിജിനൽ OS 6 ഏപ്രിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആക്ച്വലി വിവോ X300 X300 Pro അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ അൾട്രാ MFA ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് പ്രൈസ് കൂടിയിട്ടുണ്ട്. നമ്മുടെ X300 FE ഇറങ്ങിക്കുന്നത് 80,000 രൂപയ്ക്കാണ്. X300 ലോഞ്ച് ആയിട്ടുണ്ടെന്ന് 75,000 രൂപയ്ക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഈ സാധനത്തിൻ്റെ പ്രൈസ് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൂടും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിക്കണം. എന്ന് നിങ്ങൾക്ക് അറിയാം, എല്ലാ ഫോണുകളുടെയും പ്രൈസ് കൂടിയിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രാൻഡുകളുടെ മാത്രമേ കൂടാറുള്ളൂ. അപ്പോൾ മോട്ടറോള അങ്ങനെ കുറച്ച് ബ്രാൻഡുകളുടെ മാത്രമേ കൂടാറുള്ളൂ, ബാക്കിയൊക്കെ കൂടും. ഫോർ എക്സാമ്പിളായിട്ട് നമ്മുടെ മോട്ടറോള സിഗ്നേച്ചറാണ്. ഈ സാധനം നിങ്ങൾക്ക് ഇപ്പോൾ 54-53 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, ഓൺലൈനും ഓഫ്ലൈൻ ആയിക്കോട്ടെ. 60,000 രൂപയ്ക്ക് ലോഞ്ച് ആയതാ. ഇതിൻ്റെയും പ്രൈസ് കൂടാനുള്ള വഴിയുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും പ്രൈസ് കൂടുന്നുണ്ട്. ഓൾറെഡി ലോഞ്ച് ആയ ഫോണുകളുടെയൊക്കെ കുറെ കൂടി, മിക്ക ബ്രാൻഡുകളുടെയൊക്കെ കൂടി നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി FE ലോഞ്ച് ആയ പ്രൈസ് ഉണ്ട്. അതായത് വിവോ X200T ഉണ്ടല്ലോ, നമുക്ക് ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഓഫർ വന്നിട്ടുണ്ട് 49,999. ഞാൻ എന്തായാലും ഫ്ലിപ്കാർട്ടിനും ആമസോണിനും സെയിൽസിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ കാണാൻ മറക്കണ്ട. നിങ്ങൾക്ക് നല്ല പോലെ എസ്പെഷ്യലി ഫോൺസൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ പ്രൈസ് കൂടി കഴിഞ്ഞപ്പോൾ ഇനി ഒരു പിടുത്തം കിട്ടില്ല, അങ്ങനത്തെ മാതിരി പ്രൈസ് കൂടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒറിജിനൽ OS 6 ലേറ്റസ്റ്റ് ഏപ്രിൽ അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് 2-3 ദിവസമായിട്ടാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ബഗ് ഫിക്സുകളും കാണാനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി മാർച്ച് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ചില സമയത്ത് ഷട്ടർ ലാഗ്, അതുപോലെ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ഐലൻഡ് ഉണ്ടല്ലോ നമ്മുടെ ആപ്പിളിൻ്റെ പോലെ, അതിലേക്ക് മിനിമൈസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സ്റ്റക്ക് ആവും അവിടെ പോയിട്ട്. അതുപോലെ തന്നെ ചില സമയത്ത് ഫുൾ സ്ക്രീൻ സ്റ്റക്ക് ആവുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നു. ഇതെല്ലാം ഈ ബഗ് ഇഷ്യൂ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവില്ലടാ. ഇതിപ്പോൾ 10 പേര് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 പേർക്ക് 3 പേർക്കൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഈ സെയിം ഇഷ്യൂ എല്ലാവർക്കും ഒന്നും ഉണ്ടാവണമെന്നില്ല, അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ എനിക്ക് പിന്നെ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക്. അതിപ്പോൾ ആക്ച്വലി ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഞാൻ അതിൻ്റെ കാണിച്ചാൽ അപ്ഡേറ്റ് ലോഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഫോക്കസ് ആവുമോ എന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, കണ്ടോ, ഒരു 600 MB ആ സൈസൊക്കെയാണ് വരുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മുടെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. സെക്യൂരിറ്റി പാച്ച് എന്തായാലും നിങ്ങൾക്ക് അറിയില്ല, മെയിനായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിനെ കൂട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ കൂടാണ്ട് തന്നെ മിക്ക വിവോൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിലും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ബഗ് ഫിക്സുകളോ അല്ലെങ്കിൽ ഒരു ഫീച്ചേഴ്സോ ആഡ് ആയിട്ട് വരാറുണ്ട്. സാംസങ്ങിൻ്റെ പോലെയല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സാംസങ്ങിൻ്റെ 8.5 ഒരു അപ്ഡേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വേറെ എക്സ്ട്രാ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്താ പറയുക, അപ്ഡേറ്റ് മാത്രം തന്നെയാണ്, അതായത് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് വന്നേക്കുന്നത് ഒപ്റ്റിമൈസ് നമ്മുടെ പവർ സേവിങ് സ്ട്രാറ്റജി, അതായത് നമുക്ക് ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ്മെന്റ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബാറ്ററി ലൈഫ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി അതിൻ്റെ ഫിക്സ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ നാവിഗേഷൻ ബാർ ലൊക്കേഷൻ ചില സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ എന്താ പറയുക കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫിക്സിങ് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നെറ്റ്വർക്ക് സ്റ്റെബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി ഒപ്റ്റിമൈസേഷൻ വന്നിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി നെറ്റ്വർക്ക് സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതിൻ്റെയും വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ബ്ലൂടൂത്ത് ഡിവൈസ് ഇടയ്ക്കിടയ്ക്ക് റീകണക്ട് ആവുന്ന ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നില്ല, ചിലവർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫിക്സും ആക്ച്വലി ഈ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് അപ്ഡേറ്റ് വന്നേക്കുന്ന പരിപാടി. ഇപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് A6400 നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഞാൻ എൻ്റെ ZV8 ഉണ്ടായിരുന്നു, ഞാൻ സെൽ ഔട്ട് ചെയ്തപ്പോൾ മിക്കവാറും ചിലപ്പോൾ ZV8 Mark 2 അപ്ഗ്രേഡ് ചിലപ്പോൾ ചെയ്യുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഈ ഗാഡ്ജറ്റ് കുറച്ച് ഭ്രാന്തുള്ളതുകൊണ്ട് വാങ്ങിക്കുന്നതാണ്, അല്ലാണ്ട് യൂട്യൂബിൽ നിന്നും കിട്ടിയിട്ട് വാങ്ങിക്കണമെന്നല്ല. അതിനൊക്കെ വല്ല ഹിന്ദിയിലൊക്കെ പോയി വീഡിയോ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഹിന്ദി വീഡിയോസിൽ മാത്രമേ ഇപ്പോൾ വ്യൂസ് ഉള്ളൂ, ബാക്കി ഒറ്റ ചാനലിലും ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഒന്നിനും വ്യൂസ് ഇല്ല. എസ്പെഷ്യലി മലയാളത്തിൽ തീരെ വ്യൂസ് ഇല്ല. അല്ലെങ്കിൽ വല്ല ഈ സീരിയൽ പോലത്തെ ഡെയിലി വ്ളോഗൊക്കെ ഇടേണ്ടി വരും, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഇതിൽ ആക്ച്വലി ചില ആൾക്കാർക്ക് ഒക്കേഷണൽ ഇഷ്യൂ ആയിട്ട് നമ്മുടെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതും പിന്നെ ബഗ് ഫിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫിക്സും ആയിട്ടാണ് നമ്മുടെ ഈ ഏപ്രിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആക്ച്വലി ഏപ്രിൽ അപ്ഡേറ്റ് നിങ്ങളുടെ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പേജ് ഉണ്ടല്ലോ, ഈ ഒരു പേജിൽ നമുക്ക് ഇവിടെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേർഷൻ ട്രയൽ എന്ന് പറഞ്ഞാൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. വേർഷൻ ട്രയൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് ബീറ്റ് എന്നല്ല. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്താലും മതി, നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്താലും മതിട്ടാ. പിന്നെ നിങ്ങൾക്ക് ബീറ്റ വേർഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ എന്താ പറയുക ആ വേർഷൻ ട്രയൽ നോക്കിയാൽ തന്നെ അതിൽ 2 കാണാൻ പറ്റും. ബീറ്റ സൈനപ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി അടുത്ത നമ്മുടെ 17 ബീറ്റ സൈനപ്പ് വരുമെന്ന് നോക്കണം, ഇങ്ങനെയാണെങ്കിൽ സൈനപ്പ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ പ്രൈമറി ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ എസ്പെഷ്യലി X200 FE, X200 Pro അല്ലെങ്കിൽ X300 Pro
ഇങ്ങനത്തെ നമ്മുടെ വിവോ V70 ഇങ്ങനത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അപ്ഡേറ്റ് ധൈര്യമായിട്ട് ചെയ്യാം. ഒന്നാമത് നിങ്ങൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലൊന്നും ഗ്രീൻലാൻഡ് ഇഷ്യൂ ഒന്നും ഇല്ല. അത് വിവോയിൽ മാത്രമല്ല, വിവോയിലൊക്കെ കുറേ കാലമായിട്ടില്ല. സാംസങ്ങിൽ തന്നെ S24 സീരീസ് തൊട്ട് ഗ്രീൻലാൻഡ് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. എസ്പെഷ്യലി പുതിയ ഫോണാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, വിവോയുടെ സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ധൈര്യമായിട്ട് ചെയ്യാടാ. ശരിക്കും ഡെയിലി സെക്യൂരിറ്റി വെച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ സൈബർ വേൾഡിൽ എവിടെയാണോ ഒരു ലീക്ക് പോൾ വരിക അവിടെ പോയി കയറിയിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസ്, അത് ഫോണായിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, സെക്യൂർ ആയിട്ട് വയ്ക്കുക. അത് ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ macOS ആയിക്കോട്ടെ, iOS ആയിക്കോട്ടെ, വിൻഡോസ് ആയിക്കോട്ടെ, എല്ലാം അതിൻ്റെ അപ്ഡേറ്റ്സുകൾ കറക്റ്റായിട്ട് ചെയ്യാൻ മറക്കരുതിട്ടാ. പിന്നെ എക്സ്ട്രാ ലെയർ ആയിട്ട് ഒരു സെക്യൂരിറ്റി ആൻറ്റിവൈറസ് സെക്യൂരിറ്റിയും ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ പാട്രിയോട്ടൊക്കെ കണ്ടുകൊണ്ടും വിചാരിക്കുന്നു. ഫയർവോളൊക്കെ ഉണ്ടെങ്കിൽ അഞ്ഞ് രക്ഷയുള്ള നല്ല ഫയർവോളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല പോലത്തെ ഞാൻ എൻ്റെ എല്ലാ ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും മൊബൈൽ ഫോൺസിലും ടാബ്ലറ്റിലും എല്ലാത്തിലും ആൻറ്റിവൈറസ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നല്ല ആൻറ്റിവൈറസ് ഒക്കെ നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും ചീപ്പായിട്ട്. എസ്പെഷ്യലി ആൻഡ്രോയിഡിന് ചീപ്പായിട്ട്, ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നത് ബിറ്റ് ഡിഫൻഡറും കാസ്പർസ്കൈ ഒക്കെ 150 ആ റേഞ്ചിലൊക്കെ നമുക്ക് 1 ഇയർ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ഉപയോഗിക്കാറുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പണ്ടായിട്ടുണ്ട് ആമസോണിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുമെന്ന് അറിയില്ല, ഞാൻ ഉണ്ടെങ്കിൽ കൊടുക്കാം. അത് ഓൾറെഡി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ആമസോണിൽ പോയിട്ട്. ഞാൻ യൂസ് ചെയ്തത് നോർട്ടണും ബിറ്റ് ഡിഫൻഡറുമാണ്. ഈ രണ്ടെണ്ണമാണ് മെയിൻലി ഞാൻ ഉപയോഗിക്കാറുള്ളത്. ടോപ്പ് നിൽക്കുന്ന ഒരു 2 ആൻറ്റിവൈറസ് ആണത്. അപ്പോൾ നിങ്ങളുടെ വിവോ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. നല്ല അപ്ഡേറ്റ് തന്നെയാണ്. കുറേ ബഗ് ഫിക്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഒരു അൾട്രാ തിൻ കേസാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കേസ് ഇട്ടണമെന്ന് കാണാൻ പറ്റണമെന്ന് അറിയില്ല, ഗ്ലെയർ വരുന്നത് അതുപോലെയാണ് കണ്ടു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ വെബ്സൈറ്റ് change.banksupport.in നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സോ ബാങ്ക് ലോൺസോ നിങ്ങളുടെ എലിജിബിലിറ്റി നോക്കിയിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ നോക്കാം കേട്ടോ. എല്ലാ സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ജസ്റ്റ് നോക്കിയാൽ മതി, വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ, പേജ് ഫോളോ അടിച്ചാൽ മതി. താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കാണാം. ബൈ.